ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് നേരെ പോകുന്നത് പട്ടുക്കോട്ടയിലോട്ടാണ്. പട്ടുക്കോട്ട എന്നൊക്കെ പറയുമ്പോൾ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാടുമാണ്. അപ്പോൾ ഈ 6-ാം തീയതി, അതായത് നാളെ ഞങ്ങൾക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് തലേ ദിവസം 4:30-5 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആ ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓട്ടിക്കുന്ന ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 പേരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് 4:30-5 മണിയോട് കൂടിയിട്ട് നമ്മൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് നേരെ ഞങ്ങൾ വിട്ടു. ഭയങ്കര റഷൊക്കെ ആയിരുന്നു. വൈകിട്ട് നമ്മൾ അറിയാമല്ലോ, തമിഴ്നാട് ആ ഒരു മാർത്താണ്ഡം നാഗർകോവിൽ അങ്ങോട്ടൊക്കെ കഴിയണം. പിന്നെ ഒന്ന് നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് വണ്ടി ഒന്ന് ഓട്ടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ ഭയങ്കര വിശന്ന് കെട്ടളവയാണ് വൈകിട്ട് ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ നൈറ്റ് എന്തായാലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത്. ഹോട്ടൽ ചിത്ര, കന്യാകുമാരി വിവേകാനന്ദപുരത്തുള്ളതാണ്. ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിപുലമായിട്ടുള്ളൊരു ഹോട്ടലാണ് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ. ഓരോ ടേബിളിൻ്റെ പുറത്തും ഒരു ഓയില്, പിന്നെ ഉഴുന്നുപൊടി, ഗാർലിക്കിൻ്റെ ഒരു ചമ്മന്തി, പിന്നെ ജിഞ്ചറിൻ്റെ ഒരു ചമ്മന്തി, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കുറേ ഡ്രൈ ചമ്മന്തീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയുടെ കൂടെയും മസാല ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുഞ്ഞുങ്ങൾ, അവർ ട്വിൻസാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പൂരിയാണ് കഴിച്ചത്. ഞാനും ഒരു പൂരി മേടിച്ചെന്ന് തോന്നുന്നു, എനിക്ക് ജസ്റ്റ് ഓർമ്മപ്പിശകൊണ്ടേ. അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാ ചമ്മന്തിയൊന്നും ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു ഇതായിട്ട് പറയുന്നത്. പിന്നെ എസ്പെഷ്യലി എനിക്ക് അവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടോയ്ലറ്റാണ്. അകത്ത് നമുക്ക് സർവീസ് ഇല്ല, പുറത്താണ് അവർ ടോയ്ലറ്റ് കെട്ടിയിരിക്കുന്നത്. ടോയ്ലറ്റും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും ഇതുപോലെ നമുക്ക് ട്രാവൽ കംഫർട്ടാക്കാനുള്ള ഒരു ആംബിയൻസ് അവിടെ ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തുള്ളൂ. അതിനുശേഷം കുറേ യാത്ര കഴിഞ്ഞതിന് ശേഷം അറൗണ്ട് ഒരു 9:30-10 o'clock ആയെന്ന് തോന്നുന്നു, അതോ 8 o'clock ആണോ എന്തോ, ഒരു കോഫി അടിക്കാം, ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവും കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ കന്യാകുമാരി കഴിഞ്ഞ് ത്രൂ ഔട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ കുറേ പോകണം കേട്ടോ. സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു ലോറി, അതാണ് നമ്മുടെ ഒരു പോയിൻ്റെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഈത്തപ്പഴത്തിൻ്റെയും നമ്മളൊരു ഗൾഫിലൊക്കെ ചെന്ന് പെട്ടതുപോലത്തെ ഒരു ആംബിയൻസൊക്കെയാണ്. കൂടാതെ അവിടെ പാർക്കുണ്ട്, പിന്നെ വലിയ ഒരു മോണിറ്റർ അവിടെ ഇട്ടിട്ടുണ്ട്, അതിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്താ കുടിച്ചതെന്ന് വെച്ചാൽ, എനിക്കൊരു ചായ കുടിക്കാൻ പെട്ടെന്നൊരു കൊതി വന്നു കേട്ടോ. ചായ കുടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ ചായ അടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അറിയത്തില്ല, ചായ കുടി വളരെ പൊതുവെ കുറവാണ് ഞാൻ. എന്നാലും ഇന്ന് എന്തായാലും ചായ കുടിക്കണമെന്നുള്ളത് തോന്നി. പിന്നെ ഒരു നൊസ്റ്റുമാണല്ലോ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റോറി ഇടാനും റീലിടാനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചായ ഇത്തിരി ഒരു പോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ചായ വിളിച്ച് പറഞ്ഞതിന് ശേഷം കുട്ടികളുടെ കൂടെ കുട്ടികൾ വിളിച്ചുകൊണ്ടേയിരുന്നു പാർക്കിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാഡത്തിനും സാറും എനിക്ക് തോന്നുന്നു കട്ടനാണ് അവർ എടുത്തത്. ഞാൻ ചായ എടുത്തു. നല്ല ചൂട് ചായ, ആവി പറക്കണ ഒരു ചായ ആയിരുന്നു കേട്ടോ. അതിങ്ങനെ ഊതി ഊതി കുടിക്കാൻ ഭയങ്കര ഞാൻ ഒത്തിരി ആസ്വദിച്ചാണ് കേട്ടോ അത് കഴിച്ചതും കുടിച്ചതും ഒക്കെ. പിന്നെ അവിടെ സ്നാക്സായിട്ട് കുറേ മഞ്ച്, ബിസ്ക്കറ്റ്, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം അവിടെ ഷോക്കേസിലുണ്ടായിരുന്നു. എല്ലാം പോയി കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് വന്ന് എൻ്റെ പ്ലേസിൽ തന്നെ ഇരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെ അറിയാതെ ഇതൊക്കെ മേടിച്ച് പോകും. ഞാൻ സ്വീറ്റ്സിൽ ഇച്ചിരി അഡിക്റ്റാണ് കേട്ടോ. കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചില നേരത്തെ എൻ്റെ കൈ അങ്ങ് വിട്ടുപോകും. പിന്നെ അതിന് ശേഷം കുട്ടികളെ പാർക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പോകുന്ന വഴിയൊക്കെ എന്ത് രസമാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നതെന്നറിയാമോ. ഫുൾ പച്ചപ്പായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
എന്ന് വെച്ചാൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് വളരെ വിപുലമായിട്ടാണ് ഇവരും ചെയ്തിട്ടേക്കുന്നത്. ഇതെല്ലാം ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ, അവർക്കായിരിക്കും കൂടുതൽ ഇത് കംഫർട്ടെന്ന് എനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ട്രാവൽ ചെയ്യുന്ന, അതായത് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ വന്ന് ഇതിവിടെ സ്പെൻഡ് ചെയ്യുന്നതെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു റിലാക്സിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞ മോണിറ്റർ കേട്ടോ. അവിടെ പാട്ടിട്ടിട്ടുണ്ട്, ഡാൻസ് ഇട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയയിൽ തന്നെ അവർ പാർക്ക് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് കളിക്കാനായിട്ടൊക്കെ ഊഞ്ഞാലൊക്കെ ആട്ടി കൊടുത്തായിരുന്നു. കൂടെ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ അങ്ങ് സ്പെൻഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പോസിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം നമുക്ക് തഞ്ചാവൂർ, അതായത് ഈ പട്ടുക്കോട്ട എന്ന് പറയുന്ന സ്ഥലം എത്തണം എന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു 6 hour ഉണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി റിലാക്സായിട്ട് പോകണം. അപ്പോൾ ഈ വഴി എനിക്ക് അത്ര തിട്ടമില്ല. ഗൂഗിൾ മാപ്പാണെങ്കിലും, കാരണം ഇനി ഇവർ ഉറക്കത്തിലോട്ടാണ് പോകുന്നത്. സാറും മേഡം കുട്ടികളും ബാക്കിൽ ഉറങ്ങും. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ പാട്ടൊന്നും ഇട്ടില്ല. കാരണം എനിക്ക് എൻ്റെ വണ്ടി അല്ലാതെ വേറൊരു വണ്ടി പെട്ടെന്ന് എനിക്ക് ഓട്ടിക്കാൻ ഇച്ചിരി പാടാണ്. എനിക്കെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്നൊരു വണ്ടി കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ സാറിന് പെട്ടെന്ന് തന്നപ്പോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഓട്ടിക്കാം എന്ന് ഞാൻ പറഞ്ഞു. കാരണം കുട്ടികളെല്ലാവരും കൂടി പോകുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ജസ്റ്റ് വണ്ടി എടുത്ത് കുറേ നേരം പോയപ്പോൾ ഞാൻ ഭയങ്കര ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി. പക്ഷേ ഇതെന്ന് പറയുന്നത് ഗിയറാണ്. ഞാൻ പഠിച്ചതും എടുത്തതെല്ലാം ഗിയർ വണ്ടിയിൽ തന്നെയാണ്. പക്ഷെ അത് എറൗണ്ട് ഒരു 3 year ആയിട്ട് ഞാൻ ഓട്ടോമാറ്റിക് വണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഇത് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു എൻ്റെ അവിടെ നിന്നുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടിച്ച് പോകാനായിട്ട് പറ്റി. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മുടെ കൈക്കങ്ങ് വഴങ്ങി വരുമല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ വണ്ടി എടുത്ത് നേരെ പോയിട്ടുണ്ടായിരുന്നു. കുറേ പോകുമ്പോൾ നമുക്ക് ടോള് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും ടോൾ പിരിവിന് വേണ്ടിയിട്ട് ഓരോ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോമീറ്റർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. കുറേ അങ്ങ് പോകുമ്പോൾ എനിക്കൊന്ന് അറൗണ്ട് ഒരു 4-5 ടോള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റൂട്ടിൽ. പക്ഷേ ഞാൻ പോയൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബമ്പായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി എന്താ പറയുക, നമുക്കൊരുമാതിരി ഒരു അൺകോൺഷ്യസ് മൈൻഡിലോട്ട് പോകും. എനിക്ക് തോന്നുന്നു കൂടുതൽ ആ ഒരു കോൺസെൻട്രേഷൻ വന്ന് ഭയങ്കര അൺകോൺഷ്യസിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ആക്സിഡൻറ്റും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ജസ്റ്റ് മൈൻഡ് കൺവേർട്ട് ചെയ്യും. അങ്ങനെ പിന്നെ മാഡം എൻ്റെ കൂടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉറക്കം എനിക്ക് ഉറക്കം വരാതിരിക്കാനും ചിലപ്പോൾ മാഡത്തിൻ്റെ ഉള്ളിൽ പേടി കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കമ്പനി തരാൻ വേണ്ടിയിട്ട് മാഡം ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ പട്ടുക്കോട്ടയിലോട്ട് എത്തി. അവസാനം എങ്ങനെയൊക്കെയോ എനിക്ക് തോന്നുന്നു മാഡം ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു. സാറ് പിന്നെ രാവിലെ തന്നെയാണ് എണീറ്റത്. നമ്മുടെ സ്റ്റോപ്പ് എത്തണ വരെ ഉറക്കമായിരുന്നു. കാരണം ബിക്കോസ് അവർക്ക് രാവിലെ ഇനോഗ്രേഷൻ അറ്റൻഡ് ചെയ്യണ്ടേ, അവരാണല്ലോ ചീഫ് ഗസ്റ്റുകൾ. അപ്പോൾ അവർക്ക് ഫ്രഷായിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ഹോട്ടൽ കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഹോട്ടലിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു വീടും നല്ല ഒരു വൈബുള്ള അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കാറ്റുണ്ട്, എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. തമിഴ്നാട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഒരു ഡിസ്കംഫർട്ടും തോന്നിയിട്ടില്ലായിരുന്നു. ഹോട്ടൽ കിട്ടാത്തത് നന്നായിപ്പോയെന്ന് വരെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഉള്ള നടപ്പാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ
രാവിലെ എനിക്ക് നാട്ടിലെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ വിളിച്ച് ഡീലൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ യൂട്യൂബിന് വേണ്ടിയിട്ടേ തമ്പനെയിൽ എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പിന്നെ കുറേ നേരം ഞാൻ ആ വഴി കൂടെയൊക്കെ നടന്നു, അപ്പുറത്തുപ്പുറത്തൊക്കെ വീട്ടിലൊക്കെ അവരൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ അവരൊക്കെ അവിടെ കഴുകി ഇറക്കി കോലമൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്യുന്ന ബെല്ലടിയും എന്താ ദീപാരാധനയും ഇതിനെല്ലാം സൗണ്ട് എൻ്റെ കാതിന് ഇങ്ങനെ തന്നെ ഭയങ്കര ഒരു കുളിർമ തരും. എനിക്കതൊക്കെ തന്നെയാണ് കേട്ടോ ഭയങ്കര സന്തോഷവും സമാധാനവും ഒരു പോസിറ്റിവിറ്റിയൊക്കെ തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ്. കാരണം ഞാൻ ജനിച്ചതും വളർന്നു വന്ന രീതികളും ഒക്കെ ഇങ്ങനത്തെയാണ്. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷം എല്ലാവരും ഇറങ്ങി. അപ്പോൾ സാറും മേഡവും ഒക്കെ ഇറങ്ങി. അപ്പോൾ അവരെയും കൂടെ നമ്മൾ യൂട്യൂബിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാറും മേഡവും പോസ്റ്റ് ചെയ്യാനൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ സർക്കിൾ അടിച്ച് കാണും. സാർ എൻ്റെ അടുത്ത് വണ്ടി എടുക്കുമെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, സാർ എൻ്റെ അടുത്ത് സാറിലെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ സാറും മേഡവും കൂടിയിട്ട് പോയി ഇറങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഇനോഗ്രേഷനൊക്കെ പോയി വളരെയധികം അടിച്ചു പൊളിച്ചു. നല്ല നല്ല എന്താ പറയുക, തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ഒരു ഇത് കാണുന്നത് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ജെണ്ടുമാലയൊക്കെ ആയിട്ട് അവരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയുക ബൊക്കെയൊക്കെ തന്നിട്ടാണ് സാറിനെയും മാഡത്തിനെയും കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ കൂടെ അനന്തും ഉണ്ടായിരുന്നു. അങ്ങനെ അനന്തു തലേ ദിവസം ഞങ്ങൾ 5-ാം തീയതി എത്തിയെങ്കിൽ അനന്തു 4-ാം തീയതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ എന്താണ് എൻ്റെ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻലി വീഡിയോ എടുക്കുക, നമ്മുടെ പോസ്റ്റ്, അതായത് നമ്മുടെ ഇതിൻ്റെ ആൽബത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തത് ഞാനാണ്. കാരണം നമുക്ക് ഇതെല്ലാം എന്നെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ അനന്തുവിന് ക്യാമറയിൽ സ്ലൈഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ജോലിയും പിന്നെ ഇനോഗ്രേഷൻ്റെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട് മക്കളെല്ലാവരും ഞങ്ങളുടെ 4 സൈഡായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ക്യാമറ എടുക്കാൻ നിന്നതുകൊണ്ടാണ് എൻ്റെ ഫേസൊന്നും അതിൽ ഡിക്റ്റേറ്റ് ചെയ്ത് കാണാത്തത്. ഇനി ഇവരുടെ സൈഡിൽ നിന്ന് ഒരു ക്യാമറ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാമറയിൽ എൻ്റെ ഫോട്ടോസ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അവരെന്നെ ഫോക്കസ് ചെയ്ത് ഇഷ്ടംപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം മാഡവും സാറും കൂടിയിട്ട് നിന്നു. അവർ കത്രിക മുറിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ എടുത്ത സ്നാപ്സൊക്കെ എനിക്ക് ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് ജോലിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതിനും ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം തീർന്നു. ഇനി അപ്പോഴേക്കും നമ്മൾ നേരെ ഒരു ഉച്ചയായി. നമുക്ക് വിശന്നിട്ടൊട്ടും സഹിക്കാൻ എനിക്ക് കണ്ണും മൂക്കൊന്നും കണ്ടുകൂടാത്ത ഒരവസ്ഥയിലോട്ടാണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടല്ലോ, ആ നാട്ടിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വെറുതെ എക്സ്പ്ലോർ ചെയ്യുന്നതിനോട് മാത്രമല്ല, ആസ്വദിച്ച് കഴിക്കണം അവിടുത്തെ ഫുഡ്. അപ്പോൾ എല്ലാ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ആസാദിലെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇതാണ്. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകും. ഒരു മാസത്തിലാണെന്ന് തോന്നുന്നു ആസാദിൽ കൊണ്ടുപോയാണ് ബിരിയാണിയൊക്കെ മേടിച്ച് തരുന്നത്. പിന്നെ പോണ വഴിയിൽ ഈ തമിഴ്നാട് എന്തോ ഒരു പോപ്പുലേഷനാണെന്നോ ഭയങ്കര റഷായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എനിക്കിവിടെ പറയേണ്ട ഒരു കാര്യം, ഇവിടെ ആർക്കും ഹെൽമെറ്റ് ഇല്ല. ഇവിടെ ഒരു വണ്ടിയിൽ 3 പേരൊക്കെ ഇരുന്നാണ് പോകുന്നത്.
ആർക്കും ആരും ഒരു കൂസലൊന്നുമില്ല. പിന്നെ ഒരു വിരട്ടലും പിടിപ്പൊക്കെയാണ് ഞാനിവിടെ കണ്ടത്. പിന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കുറേ കുട്ടികൾ വെറുതെ അവരെ ജോലിക്ക് വെച്ച് പണിയെടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ പിച്ച എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അവർക്ക് പൈസ കൊടുക്കത്തില്ല, ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാറ് പറഞ്ഞു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ കുട്ടികൾ ഒറ്റ ഓട്ടം ഓടി കേട്ടോ, അവിടെ നിന്നില്ല. പിന്നെ ഞാൻ എന്താ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. നമ്മുടെ നാട്ടിലെ സ്റ്റൈലല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മേ ബി നിങ്ങളൊരു ആസിഫ് ബിരിയാണിയിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ടൈപ്പ് ബിരിയാണി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അമ്പൂർ ബിരിയാണി കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അമ്പൂർ കിട്ടിയിട്ടില്ലായിരുന്നു, അതില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ചിക്കൻ ബിരിയാണി വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സാർ എനിക്ക് തോന്നുന്നു മട്ടൻ ബിരിയാണിയും മേടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും ചിക്കൻ ബിരിയാണി തന്നെയാണ് എടുത്തത്. പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി അതാണ് അവർ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്നത്. അതിൻ്റെ കൂടെ സലാഡും കാണും, പിക്കിളും കാണും. നമ്മുടെ നാട്ടിൽ വെറും ഗ്രേവി മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ ഇവിടെ റൈസ് കുറവാണ് ബിരിയാണിയിൽ, കഷ്ണം ഒരുപാടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിൻ്റെ കറിയാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഈ വക കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോയി. പിന്നെ ഒന്ന് കയറി കിടന്നാൽ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് തലേ ദിവസത്തെ